അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വലയുകയാണ് തിരുവനന്തപുരം പാറശാലയിലെ ഒരു ഗ്രാമം. കുടിവെള്ളക്ഷാമവും വന്യജീവി ആക്രമണവും കൊണ്ട് വലയുകയാണ് വെള്ളറട പഞ്ചായത്തിലെ കുരിശുമല കൂത്താളി ഗ്രാമം. ഇപ്പോഴും പട്ടയം ലഭിക്കാത്ത നിരവധി കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരത്ത് പാറശാല നിയോജക മണ്ഡലത്തിലെ വെള്ളറടയ്ക്ക് സമീപം കുരിശുമല കൂതാളി എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കുറേ അമ്മമാർ ഇവിടെ ചേരുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിരവധി പ്രശ്നങ്ങളാണ് ഈ കോളനിയിലെ താമസിക്കുന്ന കോളനി നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ളമടക്കം മുടങ്ങിയിട്ട് 3 ദിവസത്തിനടക്കം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവർ പരാതിപ്പെടുന്നത്. മാത്രമല്ല 50 കൊല്ലത്തിലധികമായിട്ട് ഈ സ്ഥലത്ത് താമസിക്കുന്നവരാണ് ഇവരെല്ലാവരും. അവർക്ക് പട്ടയം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നടക്കമുള്ള നിരവധി പരാതികളാണ് ഈ അമ്മമാർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. വെള്ളം മുടങ്ങിയിട്ട് കുറേ ദിവസമായില്ലേ? 3 ദിവസമായി വെള്ളം വരുന്നിട്ട്. 4 ദിവസം അങ്ങനെ പിന്നെ കിട്ടും. ഒരാഴ്ച 2 ദിവസം കിട്ടും. 3 അത് കാണൂല. പിന്നെ അങ്ങനെ പോണു. ടാങ്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചൊക്കെ വെച്ചിരിക്കും. പിന്നെ എങ്ങനെ ഇത് കാര്യങ്ങളൊക്കെ ഈ വെള്ളം കൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നത്. കുറച്ച് വെള്ളങ്ങൾ വെച്ച് കാര്യങ്ങൾ കഴിയും. ഇന്നും കൂടെ വെള്ളം വന്നില്ലെങ്കിൽ ഇനി വെള്ളങ്ങളില്ലെന്ന്, വെള്ളം ഒട്ടും ഇല്ല വീടുകളിലൊന്ന്. ഇവിടുത്തെ അധികൃതർ എന്താ പറയുന്നത്? പഞ്ചായത്തിൻ്റെ ഒക്കെ അവരെ വിളിച്ച് പറയുമ്പോൾ അവർ വെള്ളം വിടും. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ കാണൂല. അങ്ങനെയൊക്കെ ഏതെങ്കിലും മെമ്പറിനെ വിളിക്കും, അവര് 2 ദിവസത്തിനും വരുമെന്ന് പറയും, പിന്നെ വിടും. അങ്ങനെ ചെയ്യണത്. ഇപ്പം കുരിശുമല ഇതായതുകൊണ്ട് ഇപ്പൊ ഒരാഴ്ച ഉണ്ടായിരുന്നു വെള്ളം. ഇപ്പൊ 3 ദിവസമായി വെള്ളം തീർന്നിട്ട്. പരിപാടി തീർന്നു അവിടെ കുരിശുമല, അതുകൊണ്ട് തീർന്നു. എന്തൊക്കെയാ ഈ പട്ടയമടക്കം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുള്ളൂ? കിട്ടിയിട്ടുണ്ട്, കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല. അത് ഈ കുറച്ച് പേര് വാങ്ങിച്ചതാണ്. ഇത് ഞങ്ങളൊക്കെ വാങ്ങിച്ചതാണ് ഈ സ്ഥലം. അപ്പം അവരെ പേരിലാണ് ആദ്യമേ ഇരിക്കുന്ന പട്ടയം, പിന്നെ കിട്ടുന്നില്ല. നമുക്ക് എന്തെങ്കിലും പോകുമ്പോഴും അവരെ പേരിലാണ് പട്ടയം ഇരിക്കുന്നത്. അപ്പം മാറ്റിത്തരണം. ഒരിക്കൽ കിട്ടിയതല്ലേ എന്നാണ് പറയണത്. ഇനി എപ്പോഴെങ്കിലും ഒരു സർക്കുലർ വരുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്നാണ് പറയുന്നത്. കാലങ്ങളായിട്ട് താമസിക്കുന്നില്ലേ? കുറേ വർഷങ്ങളായിട്ട് താമസിക്കുന്നവരല്ലേ? 50 വർഷം കൊണ്ട് ഞാൻ താമസിക്കുന്നു. പൊതുശ്മശാനം അടക്കമില്ലെന്നാണ് പറയുന്നല്ലേ? ഇല്ല പൊതുശ്മശാനമില്ല. അവിടെ നമ്മൾ പാവപ്പെട്ടവർ മരിച്ചാലും ഒന്നി ശ്മശാനത്തിന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അടുത്തതിൻ്റെ ഒരു എന്തെങ്കിലും കേട്ടോ. അങ്ങനെയുള്ള ജീവിതങ്ങളാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ? അതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ കാര്യം, പിന്നെ വേച്ചിടാനുള്ള ബുദ്ധിമുട്ട് വലിയാണ്. പിന്നെ കയറി കിടക്കാനുള്ള കൂരകളും അത് ചൊക്കനും അതും കയറിയൊക്കെ മറിഞ്ഞു മതി. അങ്ങനെ തൊഴിലൊക്കെ പോയാണ് ജീവിതങ്ങളുണ്ടാകുന്നത്. ഈ കുരിശുമലയ്ക്ക് സമീപത്താണ് ഈ വന്യമൃഗങ്ങളുടെ അടക്കം പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടല്ലേ? അതാണ് ആദ്യത്തെ കുരങ്ങൻ. എല്ലാ സാധനവും എടുത്തോണ്ട് പോകും. കതക് തുറന്നിട്ടാൽ മതി. ജനാല ഇല്ലെങ്കിൽ എല്ലാം എടുത്തോണ്ട് പോകും. എനിക്ക് അനുഭവമുണ്ട്. എല്ലാം എല്ലാം കൊണ്ടുപോകും. ഉറങ്ങാൻ കയറി വേവിച്ച് വെച്ചെങ്കിൽ ആഹാരം മൊത്തം എടുത്തോണ്ട് പോകും. ജനൽ വഴി കയറി ഇവിടെ കൂടെ എങ്കിലും അവർ കയറി. കാട്ടുപന്നിയുടെ ഒക്കെ ശല്യമുണ്ടോ? ഇത് രാത്രി ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ വീട്ടിന്റെ ബാക്കിൽ കൂടെ ഉണ്ട്, നിറച്ചുണ്ട്. ഉണ്ട് നമുക്കവിടെ ബാക്കിലുണ്ട്. ഭയങ്കര ശല്യമാണ് അത്, ഭയങ്കര ശല്യം അത്. പ്രധാനമായിട്ടും കുടിവെള്ളം അടക്കമുള്ളവ വലിയ പ്രതിസന്ധിയാണ്. കാരണം 3 ദിവസത്തിൽ കൂടുതൽ 4 ദിവസത്തിൽ കൂടുതലെല്ലാം ഈ കുടിവെള്ളം മുടങ്ങുന്നു എന്നാണ് പരാതി. മാത്രമല്ല തുടർന്ന് ആരെങ്കിലും പഞ്ചായത്തിൻ്റെ മെമ്പറോ വാർഡ് മെമ്പർ അടക്കമുള്ള അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞെങ്കിൽ മാത്രമാണ് തുടർന്ന് വെള്ളം ലഭിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ് പറയുന്നത്. മാത്രമല്ല വന്യമൃഗങ്ങളുടെ ശല്യമുണ്ടെന്ന് പറയുന്നു. കാലങ്ങളായി 10-50 വർഷത്തിന് മുകളിലായിട്ട് താമസിക്കുന്ന നിരവധി പേരുണ്ട്. ചിലർക്ക് പട്ടയം ലഭിച്ചിട്ടില്ല. മാത്രമല്ല ചിലരുടെയൊക്കെ വീടിൻ്റെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. നമുക്ക് അറിയാം, ഇത്തരത്തിൽ സർക്കാർ കഴിഞ്ഞ കുറേ കാലമായിട്ട് പറയുന്നത് കേരളത്തിൽ അതിദാരിദ്ര്യമുക്തമായ നാടാണ് എന്നാണ്. പ്രഖ്യാപനങ്ങളടക്കം നടത്തിയതാണ്. ഒരു നാട് കൂടിയാണ് നമ്മുടെ കേരളം. ദരിദ്രരില്ല. മാത്രമല്ല എല്ലാ തരത്തിലുള്ള വികസനങ്ങളും ഈ നാട്ടിലുണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യം മറിച്ചൊന്നാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ളവരിൽ നിന്നെല്ലാം സംസാരിക്കുമ്പോൾ മനസ്സിലാകാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് ഈ ഗ്രാമവാസികൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.